എന്ന് പറയുന്ന സംവിധാനം ചെയ്ത ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഒരു ചലച്ചിത്രമുണ്ട്. വീട്ടിൽ പോയി സമയം കിട്ടുമ്പോൾ ഗൂഗിൾ എടുത്ത് ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറയുന്ന ചലച്ചിത്രത്തെ കുറിച്ച് അടിച്ചു നോക്കണം. കുട്ടികളുടെ കഥ പറയുന്ന ഒരു ചലച്ചിത്രമാണ്. ലോകത്തെ ഏറ്റവും അധികം കുട്ടികൾ കണ്ടിട്ടുള്ള ഒരു ചലച്ചിത്രമാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ, മജീദിയുടെ. അതിന്റെ ഈ ചെറിയ ഇതിവർത്ഥം വളരെ ചെറിയ വാക്കുകളിലൂടെ ഞാൻ പറയാം. സാറ എന്ന് പറയുന്ന 8 വയസ്സുള്ള 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും അവളുടെ ചേട്ടൻ 13 വയസ്സുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അലി എന്ന് പറയുന്ന ചെറുപ്പക്കാരനും, ആ 2 പേരുടെയും മേലാതെ കിടപ്പയിലായ അവളുടെ അമ്മയും, ഇങ്ങനെ 3 പേരുടെ കഥയാണ്. ഈ ആങ്ങളെയും പെണ്ണുക്കും കൂടി സ്കൂളിൽ പോകുന്നതിന് ഒരു ജോഡി ഷൂസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ രാവിലെ 8 മണി മുതൽ 12 മണി വരെയാണ് 5ാം ക്ലാസ്സുകാരി 3ാം ക്ലാസ്സുകാരി സാറയുടെ ക്ലാസ്. സാറ സ്കൂളിൽ നിന്ന് 12:30 വീട്ടിൽ തിരിച്ചെത്തി 1 മണിയുടെ ക്ലാസ്സിന് ആ ഷൂസ് വിട്ട് പോകുന്ന അലി എന്ന് പറയുന്ന കുട്ടിയുടെ കഥ ഇതിങ്ങനെ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 പേരും ഈ ഒരു ഷൂസുമായി ജീവിതത്തിൽ പഠിത്തങ്ങളോടുകൊണ്ടുപോകുമ്പോൾ തന്റെ സഹോദരിക്ക് ഒരു ജോഡി ഷൂസ് മേടിച്ച് കിട്ടാൻ കഴിയുന്ന ഒരു നല്ല കാലത്തിന് വേണ്ടി അനീതിയെ സ്നേഹിക്കുന്ന, എന്റെ അമ്മയെ വിഷമിപ്പിക്കാൻ കഴിയാത്ത ഒരു ആൺകുട്ടിയുടെ പോരാട്ടത്തിന്റെ കഥയാണ്. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ പഠിത്തത്തിന്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ നോട്ടീസ് ബോർഡിൽ ഒരു നോട്ടീസ് കണ്ടു. അടുത്ത 23-ാം തീയതി സ്കൂളില് 1500 മീറ്റർ ഓട്ട മത്സരം നടക്കുന്നു. 1ാമത്തെ ആൾക്ക് ട്രോഫിയാണ്, 2ാമത്തെ ആൾക്ക് ഒരു ജോഡി ഷൂസ്, 3ാമത്തെ ആൾക്ക് ക്യാഷ് പ്രൈസ്. എത്രാമത്തെ ആൾക്കാർ ഷൂസ്? 2ാമത്തെ ആൾക്ക്. അലി തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തു. എന്റെ പെങ്ങൾക്ക് വേണ്ടി, എന്റെ അനിയത്തി കുട്ടിക്ക് വേണ്ടി, എന്റെ അമ്മയുടെ സമാധാനത്തിന് വേണ്ടി എന്ത് വില കൊടുത്തും എന്ത് ത്യാഗം സഹിച്ചും എത്ര കഷ്ടപ്പെട്ടും ഞാൻ ഈ ഷൂസ് എന്റെ പെങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കും എന്ന് തീരുമാനിച്ച് അവൻ പ്രാക്ടീസ് ആരംഭിച്ചു. 23-ാം തീയതി വന്നു, മത്സരം തുടങ്ങി. അവൻ അതിവാശിയോടുകൂടി തന്റെ പെങ്ങളെ മനസ്സിൽ ധ്യാനിച്ച അമ്മയെ ഓർത്ത് അവൻ ഓട്ടം തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആദ്യമായി അലി അങ്ങനെ 1ാം സ്ഥാനത്തെത്തി. എല്ലാവരും കൈയടിച്ച് അവനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ആദ്യമായി ജീവിതത്തിൽ 1ാം സ്ഥാനത്തായ അലി ഫിനിഷിംഗ് പോയിന്റ് നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. തന്റെ സ്വപ്നങ്ങളെല്ലാം വീണുടഞ്ഞിരിക്കുന്നു. 2ാം സ്ഥാനക്കാരനാണ് ഷൂസ്. അലി 1ാം സ്ഥാനത്താണ് എത്തിയത്. തങ്ങളുടെ പെങ്ങൾക്ക് ഷൂസ് നൽകാൻ പറ്റാത്ത കഥാഭാഗ്യനായ ഒരാങ്ങളെയായി ഞാൻ മാറിയല്ലോ എന്നോർത്ത് അലി പൊട്ടിക്കരയുന്നതാണ് സിനിമയ്ക്കകത്തൂടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലും കലാലയത്തിലും പോകുന്ന വേദികളിലുമെല്ലാം മത്സരം നല്ലതാണ്, മത്സരബുദ്ധി നല്ലതാണ്. പക്ഷെ 1ാമതാകുക എന്നുള്ളതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ എന്റെ ലക്ഷ്യത്തിന് വേണ്ടി പോരാടാൻ കഴിയുന്ന, എന്റെ ലക്ഷ്യത്തിന് വേണ്ടി നടന്നു നീങ്ങാൻ കഴിയുന്ന കൃത്യമായ പാത തിരഞ്ഞെടുത്ത് ആ എത്തേണ്ട സ്ഥലത്തെത്തേണ്ട സമയത്ത് കൃത്യമായി എത്തിച്ചേരുന്ന ഒരു നല്ല വിദ്യാർത്ഥിയാകാൻ നിങ്ങൾക്കും എനിക്കും കഴിയണം. എങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ. കാരണം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് സ്വപ്നം കാണുന്ന അച്ഛനമ്മമാർ നമ്മുടെ വീടുകളിലുണ്ട്, സഹോദരന്മാരുണ്ട്. എൻ്റെ കഷ്ടപ്പാടുകൾ എൻ്റെ മകൻ എൻ്റെ മകൾ പഠിച്ച് ജയിച്ചു വരുമ്പോൾ, ജോലി കിട്ടുമ്പോൾ മാറുമല്ലോ എന്ന് കരുതി എനിക്കും നിങ്ങൾക്കും വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന മാതാപിതാക്കന്മാരുടെ കഷ്ടപ്പാടിന്റെ വേദന നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അവർ നൽകുന്ന സ്നേഹത്തിന്റെ, അവർ നൽകുന്ന കരുതലിന്റെ അളവ് നമ്മൾ മനസ്സിലാക്കണം. ഈ സമയത്ത് എന്ത് പറഞ്ഞാലും മനസ്സിലാകില്ല എന്ന് സ്വയം നടിക്കുന്നവർ എത്രയോ ദിവസം, ഒരു ദിവസത്തിൽ എത്രയോ സമയമാണ് എൻ്റെ മാതാപിതാക്കൾ